കാവലായി ഭാഗം 1. എടി ശാരദേ, നീ അറിഞ്ഞില്ലേ മനേക്കലെ ആ തെമ്മാടിച്ചെക്കന് ആരുടെയോ കുത്തേറ്റു എന്ന്? കവലയിൽ മീൻ കച്ചവടത്തിനിടെ തന്നെ കണ്ടപ്പോൾ പുച്ഛത്തോടെ അടുത്തിരിക്കുന്ന ശാരദയോട് ഉച്ചത്തിൽ പറയുന്ന ജാനുചേച്ചിയെ ഒരു ഞെട്ടലോടെയാണ് ഞാൻ നോക്കിയത്. അപ്പോഴേക്കും ഒരാശ്രയത്തിനായി തനിക്കരികിൽ നിൽക്കുന്ന മീനു എന്ന മീനാക്ഷിയുടെ മേലെ ഞാൻ ചാഞ്ഞിരുന്നു. ഒരു കരുതലോടെ അവൾ എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും ആ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നടക്കുന്നതും ഒന്നും അറിയാതെ ഏതോ ലോകത്തെന്ന പോലെയായിരുന്നു എൻ്റെ നടപ്പ്. അപ്പോഴും അവിടെ കൂടി നിന്ന ആളുകൾ എന്നെ നോക്കി ഒളിഞ്ഞും തെളിഞ്ഞും ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. തനിക്കരികിൽ വന്ന് പരിഹാസമുഖത്തോടെ ഓരോന്നും ചോദിക്കുന്നവരെ മീനു ദേഷ്യത്തിൽ പറഞ്ഞയക്കുന്നുമുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ പോലും പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. അല്ലേലും മിണ്ടാപ്രാണിയായ ഈ പൊട്ടിപ്പെണ്ണിന് ആ തെമ്മാടി ചെക്കനെ മോഹിക്കാൻ മാത്രമല്ലേ അറിയൂ. എടി വേദു, അവർ പറയുന്നതൊന്നും നീ കാര്യമാക്കേണ്ട. എന്തായാലും വെട്ടുകൊണ്ടെന്നല്ലേ പറഞ്ഞത്, അതോടെ തീർന്നാൽ മതിയായിരുന്നു. നാശം. തന്നെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്നവളുടെ കൈകൾ അതിനേക്കാൾ ഇരട്ടി ദേഷ്യത്തിൽ തട്ടിമാറ്റിക്കൊണ്ട് കൈകൊണ്ട് ആംഗ്യഭാഷയാൽ അവിടെ ചെന്ന് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അവൾ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൾ ദേഷ്യത്തിൽ പറഞ്ഞു, ഡി വേദു, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഒറ്റയാനാണയാൾ. ഇപ്പോൾ ഈയിടെയായിട്ട് കാണുന്നവരെയൊക്കെ കാരണമില്ലാതെ തല്ലാറുണ്ടത്രേ. അങ്ങനെയുള്ള ആളെ മനസ്സിൽ വെച്ച് നടക്കുന്നതേ ഭ്രാന്താണ്. ഇപ്പോൾ അവൾക്ക് അവൻ്റെ കോട്ടയിൽ ചെന്ന് സുഖവിവരം നടത്തണമെന്ന്. കാടുകളാൽ മൂടപ്പെട്ട വഴിയിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന എന്നെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മീനു പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അവിടേക്ക് തന്നെ നോട്ടം പായിച്ചുകൊണ്ട് നീറുന്ന മനസ്സുമായി ഞാൻ നിന്നപ്പോൾ അവൾ എന്നെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും നടക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴും എൻ്റെ കണ്ണുകൾ ആ വഴിയിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം വേദുവിൻ്റെ വീടിനരികിൽ എത്തിയതും മീനാക്ഷി അവളുടെ കയ്യിൽ നിന്നും കൈ വിടുവിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി. ആ മുഖത്ത് വിരിഞ്ഞ പരിഭവം കണ്ട് മീനുവിനും വിഷമമായെങ്കിലും ഇപ്പോഴെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേൽ കാര്യം കൈവിട്ടു പോകും എന്ന ചിന്തയിൽ അവൾ പറഞ്ഞു തുടങ്ങി. വേദു, സ്നേഹിക്കരുത് എന്നൊന്നും ഞാൻ നിന്നോട് പറയില്ല. പക്ഷെ അവനെ നിനക്ക് വേണ്ട വേദു. അത് ശരിയാവില്ല. ഇപ്പോൾ തന്നെ നീയും കവലയിൽ നിന്ന് കേട്ടതല്ലേ, ആരോടോ അടികൂടി വെട്ടും കൊണ്ട് കിടക്കുവാണെന്ന്. സ്വന്തം ജീവൻ എപ്പോൾ പോകുമെന്ന് ഉറപ്പില്ലാത്ത അയാളെ എന്തിനാ നിനക്ക്? ഞാൻ പറഞ്ഞതൊക്കെ നീ ശരിക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കേ. എന്നാ ഞാൻ പോട്ടടി, സമയം കുറേയായി. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് ഇരുളിൻ്റെ മറവിലൂടെ നടന്നു നീങ്ങുന്ന മീനുവിനെ നോക്കി ഒരു നിമിഷം നിന്ന് അവൾ പതിയെ തൻ്റെ വീട്ടിലേക്ക് കയറി. ഇപ്പോൾ വേദുവിനെ ഉപദേശിച്ചു പോയവളാണ് മീനാക്ഷി. മീനു വേദുവിൻ്റെ ഫ്രണ്ട് എന്നതിലുപരി എല്ലാം അവളാണ്. ഇനി നായികയെ പറ്റി പറയാം. വേദ ഒരു തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു പാവം പെൺകുട്ടി. അച്ഛനും അമ്മയും മരണപ്പെട്ട അവൾക്ക് കൂട്ടിന് മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മീനുവിൻ്റെ കൂടെ ഒരു ചെറിയ സ്ഥാപനത്തിൽ ഹെൽപ്പറായിട്ടാണ് അവൾ നിൽക്കുന്നത്. അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടാണ് അവളും മുത്തശ്ശിയും കഴിയുന്നത്. മുട്ടോളമുള്ള ചെമ്മൻ മുടിയിഴകളും പൂച്ചക്കണ്ണുകളുമാണ് വേദുവിൻ്റെ പ്രത്യേകത. വെളുത്തു മെലിഞ്ഞ ശരീരപ്രകൃതം. എല്ലാം ഉണ്ടായിട്ടും സംസാരിക്കാനുള്ള കഴിവ് മാത്രം ദൈവം അവൾക്ക് നൽകിയിരുന്നില്ല. അതിൽ അവൾക്ക് പരിഭവവും ഇല്ല. ആയിടെയാണ് അവളുടെ മനസ്സിലേക്ക് ആ തെമ്മാടി ചെക്കൻ കടന്നു വരുന്നത്. ആദ്യമൊക്കെ തൻ്റെ മാനം രക്ഷിച്ചവനോടുള്ള കടപ്പാടായിരുന്നെങ്കിൽ പോകെ പോകെ അതിന് പ്രണയത്തിന് നിറം കൈവന്നു. മീനു അവധിയായ ഒരു ദിവസം ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിയതിനാൽ ഇരുൾ വീണ നടപ്പാതയിലൂടെ മുന്നോട്ട് വേഗത്തിൽ നടക്കുമ്പോഴാണ് തനിക്ക് പിറകിൽ ആരുടെയോ കാലൊച്ച കേട്ടത്. ഞെട്ടി പിറകിലേക്ക് നോക്കിയപ്പോൾ ഒരു വഷളൻ ചിരിയോടെ ആടിക്കൊണ്ട് തനിക്കടുത്തേക്ക് നടന്നു വരുന്ന സുധാകരനെ കണ്ടപ്പോൾ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. നാട്ടിലെ എല്ലാ ദുഷ്പ്രവൃത്തിയും ചെയ്ത് നടക്കുന്ന ആളാണ്. മീൻകാരി ജാനുചേച്ചിയുടെ മകനും. കുറേ കാലമായി അയാൾ തന്നെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് തൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്നവൾക്ക് തോന്നി. എങ്കിലും രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്നോണം ഓടാൻ നോക്കിയപ്പോഴേക്കും അത് അറിഞ്ഞ പോലെ അയാൾ ഒരു വടിയെടുത്ത് കാൽ നോക്കി എറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അവിടെ തെറിച്ചു വീണ തനിക്കരികിലേക്ക് ക്രൂരമായ ചിരിയോടെ നടന്നു വരുന്ന ആളെ നോക്കി നിറകണ്ണുകളോടെ വെറുതെ വിടണം എന്ന രീതിയിൽ കൈ കൂപ്പിയപ്പോൾ ചുറ്റും നോക്കിക്കൊണ്ടയാൾ ഷർട്ട് അയച്ചുകൊണ്ട് തൻ്റെ മേലേക്ക് ചായാൻ നോക്കുന്നതാണ് കണ്ടത്. അന്നാദ്യമായി സംസാരിക്കാനാവാത്ത തൻ്റെ അവസ്ഥയിൽ മനം നൊന്തുപോയി. അപ്പോഴായിരുന്നു കൈകൾക്കടുത്ത് കിടക്കുന്ന ഒരു കല്ല് ശ്രദ്ധയിൽപ്പെട്ടത്. അത് സൂത്രത്തിൽ കൈക്കലാക്കി തനിക്കടുത്തേക്ക് വരുന്നവൻ്റെ തലയിൽ ശക്തമായി അടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആരുടെയോ നെഞ്ചിൽ ഇടിച്ചു നിന്നത്. ആശ്വാസത്തോടെ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് നിലത്ത് തലയ്ക്ക് കൈയും വെച്ചിരിക്കുന്ന സുധാകരനെ നോക്കി ദഹിപ്പിക്കുന്ന അഗ്നിദേവിനെയാണ്. ബലിഷ്ഠമായ ശരീരവും കാടുപോലെ വളർന്നു കിടക്കുന്ന താടിയും മുടിയും ഒക്കെയായി ഒരു ഒറ്റയാനെപ്പോലെ നെഞ്ചും വിരിച്ചവൻ നിന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അയാളെ പോയി തലങ്ങും വിലങ്ങും അടിച്ച് നിലം പരിശാക്കുന്ന അവനെ ബഹുമാനത്തോടെയാണ് അന്ന് നോക്കിയത്.
കേട്ടറിഞ്ഞ കഥകളിലുള്ളതുപോലെ അത്ര ക്രൂരനും കണ്ണിൽ ചോരയില്ലാത്തവനുമൊന്നും അല്ല അവനെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായിരുന്നു. ബോധം മറഞ്ഞുകൊണ്ട് ചോര വാർന്നു കിടക്കുന്ന അയാളുടെ നാഭിക്ക് നോക്കി ചവിട്ടിക്കൊണ്ടവൻ ഒന്നും മിണ്ടാതെ അവളുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. കാട്ടുവഴി കടന്ന് കവലയിലെത്തിയപ്പോഴും ആ കൈകൾ എന്നിൽ നിന്നും അകന്നിരുന്നില്ല. കവലയിലും ചുറ്റും കൂടി നിന്നവരെല്ലാം ഭയത്തോടെയും അത്ഭുതത്തോടെയും ഞങ്ങളെ രണ്ടുപേരെയും നോക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ഒന്നും നോക്കാതെ തലയും താഴ്ത്തിക്കൊണ്ട് ആ ഒറ്റയാന്റെ കൂടെ നടന്നു. തൻ്റെ വീടിനരികിൽ എത്തിയപ്പോൾ അവൻ കൈവിട്ടപ്പോൾ അവൾ നന്ദിയോടെ അവനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഡീ! പെട്ടെന്ന് അവൻ്റെ അലർച്ചയോടെയുള്ള വിളിയിൽ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നു. ഭയത്തോടെ തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് തന്നെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന അവനെയാണ്. ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചു നന്ദി പറയണമെന്നൊന്നും നിനക്കറിയാൻ മേലേ? നിന്റെ പേരെന്താ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം നിറ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. ശേഷം തിടുക്കത്തിൽ ബാഗ് തുറന്ന് പെൻ കയ്യിൽ എടുത്ത് ഒരു ചെറിയ പേപ്പറിൽ എഴുതി അവൻ്റെ കയ്യിൽ കൊടുത്ത് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. അവൾ പോണത് നോക്കി നിന്ന അവൻ ഒരു നിമിഷം കയ്യിലുള്ള പേപ്പർ തുറന്നു നോക്കി. എൻ്റെ പേര് വേദ. എനിക്ക് സംസാരിക്കാനാവില്ല, അതാ ഒന്നും പറയാഞ്ഞത്. എന്നെ സഹായിച്ചതിന്, രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. ആ കടലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ഞെട്ടലോടെ വീട്ടിലേക്ക് നോക്കുന്നതും പിന്നെ അവിടെ നിന്ന് പോകുന്നതും ഒക്കെ അവൾ ജനാലയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പലതവണ നേരിൽ കണ്ടിരുന്നു. അപ്പോഴൊക്കെ ഗൗരവത്തോടെ തന്നെ നോക്കുന്നതല്ലാതെ വേറൊന്നും മിണ്ടാൻ വരില്ലായിരുന്നു. പക്ഷേ ആ സംഭവത്തിന് ശേഷം എന്നെയും അയാളെയും പറ്റി നാട്ടിൽ കുറേ വാർത്തകൾ പരന്നു. പിന്നീട് എപ്പോഴാണ് അയാളോട് പ്രണയം തോന്നിയത് എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ജീവനാണ് അവൻ. ഓരോ ചിന്തയിൽ അവൾ വീടിനകത്തേക്ക് കടന്നു. ആഹാ, വേദുമോൾ വന്നോ? എന്താ കുട്ടിയെ ഇന്ന് നേരം വൈകിയത്? അവളെ കണ്ട മുത്തശ്ശി മെല്ലെ പുറത്തേക്ക് വന്ന് ചോദിച്ചു. അവൾ അപ്പോൾ തന്നെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കവലയിൽ വെച്ച് അറിഞ്ഞത് പറഞ്ഞു. അവൾ അന്ന് നടന്നതൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് ആ ഒറ്റയാനെ പറ്റി നന്നായി അറിയാം. അവൾക്ക് ഇഷ്ടമാണെന്നും. മനയ്ക്കലെ പ്രഭാകരവർമ്മയുടെയും ദേവികാവർമ്മയുടെയും മകനാണ് അഗ്നിദേവ്. സ്വന്തം അച്ഛനെയും അമ്മയെയും ചതിയിലൂടെ അമ്മാവൻ ഇല്ലാതാക്കിയപ്പോൾ അവന് നഷ്ടമായത് തൻ്റെ ജീവിതമായിരുന്നു. ആ പക ഇന്നും അവൻ്റെ മനസ്സിലുണ്ട്. അന്നു മുതൽ അവൻ തെമ്മാടിയായി വളർന്നു തുടങ്ങി. നിയന്ത്രിക്കാനോ ശാസിക്കാനോ ആരുമില്ലാതെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവനെ പിന്നീട് എല്ലാവരും ഒറ്റയാൻ എന്ന് വിളിച്ചു തുടങ്ങി. മോളെ വേദു! തൻ്റെ മടിയിൽ കിടന്ന് തലവെച്ച് വിതുമ്പുന്നവളെ നോക്കി മുത്തശ്ശി അലിവോടെ വിളിച്ചു. അവരുടെ വിളി കേട്ടപ്പോൾ അവൾ പതിയെ മുഖമുയർത്തി അവരെ നോക്കി. എൻ്റെ കുട്ടി വിഷമിക്കേണ്ട, നാളെ തന്നെ പോയി അവനെ കണ്ടു വന്നോളൂട്ടോ. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മുഖം കാറും കോളും ഒഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞു. ആ വൃദ്ധയ്ക്കൊരു ഉമ്മയും നൽകിക്കൊണ്ടവൾ സന്തോഷത്തോടെ അകത്തേക്ക് നടന്നു. എൻ്റെ ഈശ്വര, അവൾക്ക് അവനാണ് വിധിച്ചതെങ്കിൽ എൻ്റെ കാലശേഷം അവൾക്ക് കാവലായി എന്നും അവൻ ഉണ്ടാവണേ. എൻ്റെ കുട്ടിയുടെ സന്തോഷം, അത് മാത്രം മതി എനിക്ക്. ആ വൃദ്ധ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ മുത്തശ്ശിക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ തയ്യാറാക്കിയ ശേഷം കുളിച്ച് നല്ലൊരു ധാവണി എടുത്ത് ചുറ്റിക്കൊണ്ട് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. ഞായറാഴ്ച ആയതിനാൽ ഇന്ന് ജോലിക്കും പോകാനില്ല. എങ്കിലും മീനു എങ്ങാനും വീട്ടിൽ വരുമോ എന്നുള്ള പേടിയിൽ അവൾ മനയ്ക്കലേക്കുള്ള കാട്ടുപാതയിലൂടെ വേഗത്തിൽ നടന്നു. കുറച്ചുകൂടെ നടന്നപ്പോൾ കണ്ടു തലയെടുപ്പോടെ നിൽക്കുന്ന മനയ്ക്കൽ തറവാട്. ആളോ ആരവങ്ങളോ ഇല്ലാതെ തികച്ചും ഭീതിജനകമായ ആ അന്തരീക്ഷത്തിലെത്തിയപ്പോൾ അത്ര വരെയുള്ള അവളുടെ ധൈര്യമൊക്കെ ചോർന്നുപോയി. വിറയ്ക്കുന്ന കാലടികളാൽ അവൾ ആ പൂമുഖത്ത് കയറി. എന്നാൽ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. എന്തും വരട്ടെ എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് അവൾ വലതുകാൽ വെച്ച് ആ തറവാടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. താഴെ ഒന്നും ആരെയും കാണാതെ വന്നപ്പോൾ അവൾ പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവളുടെ കാലിൽ കിടക്കുന്ന കൊലുസുകളുടെ താളം നിശബ്ദത തിങ്ങി നിൽക്കുന്ന ആ ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. മുകളിൽ കയറിയ അവൾ മുന്നിൽ കാണുന്ന 4 മുറികൾ കണ്ട് ഒരു നിമിഷം നിന്നു. ഈശ്വര, ഇതിൽ ഏത് മുറിയിലാണ് അയാൾ ഉള്ളത്? വേദു ആത്മ. ഏതോ ഒരു ഉൾപ്രേരണയാൽ തൊട്ടു മുന്നിൽ കണ്ട വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് നോക്കി അവൾ മുന്നിലുള്ള കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. കയ്യിലും കാലിലും തലയ്ക്കും മുറിവുകളുമായി ബോധമില്ലാതെ അവിടെ കിടക്കുന്ന അവനെ കണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഏട്ടാ! മനസ്സിൽ അലറിക്കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ അരികിലേക്ക് ഓടിയെടുത്തു.